രാവിലെ എണീക്കുമ്പോൾ എന്നും എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും വിശന്നു. എന്നും ദോശ ഇഡലി പുട്ടൊക്കെ കഴിച്ച് മടുത്തോ? എങ്കിൽ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഡിഷ് ആയാലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂലി പറാഠ അല്ലെങ്കിൽ മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് കൊണ്ടുള്ള ഒരു പറാഠയാണ്. പറാഠ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മൈദ പൊറോട്ട അല്ല, ചപ്പാത്തിയുടെ ആട്ട കൊണ്ട് അതിനകത്ത് ഫില്ലിംഗ് എല്ലാം വെച്ച് നിറയെ നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുന്നതാണ് പൊറാഠ. ഇത് പഞ്ചാബികളുടെ, നോർത്ത് ഇന്ത്യൻസിൻ്റെ എല്ലാം ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് സ്പെഷ്യൽ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തണുപ്പ് കാലത്താണ് ഏറ്റവും നല്ല റാഡിഷ് കിട്ടുന്നത് ഫ്രഷായിട്ട്. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് കൊണ്ടുള്ള പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മൂലി പൊറോട്ട ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കൂട്ടത്തിൽ നമ്മളൊരു തക്കാളി ഉള്ളിയുടെ ഒരു ചെറിയ ചട്നി കൂടെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ബീന സീക്രട്ട് ഫ്ലേവേഴ്സ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ചാനൽ കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് പൊറാട്ടയ്ക്കുള്ള ആട്ട കുഴയ്ക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴയ്ക്കാം. ഈ പൊറാട്ട ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ടിരിക്കണം ഇതിൻ്റെ ആട്ട. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് കൈകൊണ്ട് നമുക്ക് കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് നോക്കി സാവകാശം കുഴച്ചെടുക്കാം. വെള്ളമെല്ലാം ആദ്യമേ ഒരുമിച്ച് ഒഴിച്ചാൽ പിന്നെ നമുക്ക് ആട്ട ലൂസായി പോവും. ഇത് ഒരുപാട് കട്ടിയാകാൻ പാടില്ല, തീരെ ലൂസാകാനും പാടില്ല. ഇപ്പോൾ നമ്മളിത് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് മയപ്പെടുത്തിയെടുക്കാം. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ, അപ്പോൾ അവർ വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ആട്ട തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് മറ്റു ചേരുവകൾ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 3 ചെറിയ റാഡിഷാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ ചീകി വൃത്തിയാക്കി എടുക്കാം. ഇതിൽ പുറമേ എപ്പോഴും മണ്ണ് കാണും, അതുകൊണ്ട് നന്നായി കഴുകി മണ്ണൊന്നും ഇല്ലാതെ എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ 3 മൂലിയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഗ്രേറ്ററിൻ്റെ ഏറ്റവും വലിയ കണ്ണിയുള്ള ഭാഗത്ത് വെച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കൈ മുറിയാതെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു തക്കാളി ഉള്ളി ചട്നി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ഒരല്പം എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചെറിയ തക്കാളി ആയിരിക്കും നല്ലത്. എൻ്റെ കയ്യിലുള്ളത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിൽ മുറിച്ചത്. അതോടൊപ്പം തന്നെ ഒരു 8 or 10 വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഈ തക്കാളിയുടെ തൊലിയൊക്കെ നന്നായി വെന്ത് നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാവുന്ന പരുവത്തിലായി വരണം. വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പുറംതൊലിയൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധിക സമയമൊന്നും ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി ഏകദേശം നമുക്ക് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഇപ്പോൾ ഏകദേശം എനിക്ക് എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും തിരിച്ചും മറിച്ചും ഇട്ട് തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് ഇതിനെ നന്നായി മാഷ് ചെയ്യുകയാണ് നമുക്ക് ആദ്യം വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചോപ്പർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞതും
നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള അല്ലെങ്കിൽ പകുതി സവാള ആയാലും മതി, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മാഷർ വെച്ച് അത്ര മാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ആകെപ്പാടെ വളരെ ചെറിയ തോതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ നേരത്തെ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ല ചട്ടണിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏത് പൊറാട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായിട്ടുണ്ട്. ഇതിലെ ഉപ്പും എരിവുമൊക്കെ നിങ്ങളുടെ അളവ് പോലെ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മൂലി എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ മൂലിയിലിപ്പോൾ നല്ല പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് വെച്ചതല്ലേ. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഉപ്പിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതെല്ലാം നന്നായി പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നോക്കൂ എത്രത്തോളം വെള്ളം വന്നിട്ടുണ്ടെന്ന് അതിൽ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ട്. നിങ്ങൾ പിന്നീട് ഇത് ചേർക്കുമ്പോൾ ഈ ഉപ്പ് പരിഗണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഒരു വെള്ളം കൂടെ കഴുകി പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ ഈ മൂലിയുടെ വെള്ളം ഇത്രയും അധികം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ആട്ട കുഴയ്ക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ നേരത്തെ കുഴച്ചു, അല്ലാത്തവർക്ക് ആട്ട കുഴയ്ക്കുന്ന സമയത്ത് ആട്ടയിൽ ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീര പൗഡർ. ഇനി ഒരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ചാട്ട് മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അജ്വായിൻ അല്ലെങ്കിൽ അയമോദകമാണ്. അത് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കണം. ഗ്യാസിന് ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്ററിൽ ചീകിയിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് മല്ലിയില ധാരാളമായി ചേർത്തോളൂ. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉടനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീണ്ടും വെള്ളം ഊറി വരും. അപ്പോൾ നമുക്കിനി നമ്മുടെ ആട്ട തുറന്നു നോക്കാം. ആട്ട ഞാൻ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആട്ട നല്ല പരുവത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വലുതായി തന്നെ ഒരു ഉരുള എടുത്ത് നമുക്ക് ഉരുട്ടി നല്ല ഷേപ്പിലാക്കി അതിനെ ഒന്ന് മാവിൽ മുക്കിയെടുക്കാം. മാവിൽ മുക്കിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ അതിനെ ചെറുതായി ഒന്ന് ഇങ്ങനെ ഞെക്കി അതിനകത്തൊരു കുഴിയൊക്കെ ഉണ്ടാക്കി നമുക്ക് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ് പുറത്ത് വരാതെ അതിനൊന്ന് അടച്ചെടുത്ത ശേഷം നമുക്ക് മാവിൽ വീണ്ടും ഒന്നുകൂടെ മുക്കി വീണ്ടും അതിനെ കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി ചെറുതായൊന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ടൊന്ന് ഞാനതിനെ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് പെട്ടെന്ന് പുറത്ത് ചാടാതിരിക്കും. ഇനി അതിനെ റോളർ കൊണ്ട് ബലം പിടിക്കാതെ ചെറുതായൊന്ന് പരത്തി കൊടുക്കാം. തുടക്കത്തിലൊക്കെ ഞാനിത് പഠിച്ച സമയത്ത് വളരെ ബലം പ്രയോഗിച്ച് പരത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ പുറത്ത് ചാടും. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സൊക്കെ പറയും, ബീന മാം ये तो खाना है, आप लड़ाई में नहीं जा रहे, बहुत प्यार से. അതിനുശേഷം ഞാനും ഇപ്പോൾ വളരെ എക്സ്പെർട്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊറാട്ട തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഉരുട്ടിയെടുക്കുകയാണ്. ഇത് ഞാൻ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് മടക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഫില്ലിങ് വെച്ച ശേഷം ഇങ്ങനെ ചുരുട്ടി 4 വശവും മടക്കി പൊട്ടിപ്പോകാതെ അതിനെ സൂക്ഷിച്ച് ഉരുട്ടിയെടുത്തു. പിന്നെ മാവിൽ മുക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം റൂളർ കൊണ്ട് വീണ്ടും പരത്തണം. അതിനിടയ്ക്ക് ആദ്യമായിട്ട് പൊറാട്ട എന്തായെന്ന് നോക്കണ്ടേ. അതിന് തിരിച്ചും മറിച്ചും ഇട്ട് 2 വശവും നന്നായി നെയ്യ് പുരട്ടി കൊടുക്കണം. ഇത് വളരെ റിച്ചായ ഡിഷാണ്. പഞ്ചാബികളൊക്കെ നിറയെ നെയ്യ് കോരിയിട്ടാണിത് ഉപയോഗിക്കാറ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അതിൻ്റെ പുറം മൊരിഞ്ഞ് ബ്രൗൺ കളറായി വരുന്നതാണ് പൊറാട്ട കഴിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ ചൂടോടെ കഴിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തേത് ഞാൻ വീണ്ടും പരത്തി എടുക്കുകയാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം മാവിൽ മുക്കിയിട്ടുണ്ട്. ബലം പ്രയോഗിക്കാതെ ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുത്ത് നമുക്ക് വീണ്ടും ഇതിനെ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം വട്ടമാണല്ലോ അല്ലേ.
അപ്പോൾ വീണ്ടും നെയ്യ് പുരട്ടി നന്നായി മുരിച്ചെടുക്കാം നമുക്ക്. ഇതേപോലെ തന്നെ പനീർ കൊണ്ട്, പൊട്ടറ്റോ കൊണ്ട്, സവാള കൊണ്ട്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പറാട്ടയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. 2-3 പറാട്ട ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഈ പറാട്ട എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മൈദ പൊറോട്ടയാണെന്ന് വിചാരിക്കരുത്. ഇതുപോലെ നെയ്യ് പുരട്ടി മുരിച്ചെടുക്കുന്ന ചപ്പാത്തി ഫില്ലിംഗ് ഉള്ളതിനൊക്കെ പറാട്ട എന്ന് തന്നെയാണ് നോർത്ത് ഇന്ത്യക്കാർ പറയാറ്. നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച ഉടൻ തന്നെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പോലുള്ള ചട്നിയോ അച്ചാറോ പിന്നെ ഗ്രീൻ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ കൂടെ കറി പോലും ആവശ്യമില്ല, അത്രയും ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കുമല്ലോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.